ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പോഴത്തെ ചൂടിൻ്റെയും അതുപോലെ നോമ്പിൻ്റെയും ഒക്കെ ക്ഷീണം മാറാനും നല്ലൊരു റിഫ്രഷിങ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറച്ച് ചേരുവകൾ മാത്രമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ടൈപ്പ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. 2 കുക്കുംബർ ഈ ഒരു സൈസിലുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇടാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുന്തിരിയാണ്. പച്ചമുന്തിരി ഞാൻ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മുന്തിരിയുടെ പുളി കൂടി നോക്കിയിട്ട് വേണം മധുരം ചേർക്കാൻ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് പുതിനയില, ഫ്രഷ് പുതിനയില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുത്ത വെള്ളം 1 കപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും 1 കപ്പ് തന്നെ നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്ന സമയത്ത് 4 വലിയ ജ്യൂസ് ഗ്ലാസ്സിനുള്ള അളവുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡ്രിങ്കുകളിലൊക്കെ നമ്മൾ ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒന്നുകൂടി നല്ല എക്സ്ട്രാ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ചൂട് സമയത്തൊക്കെ ദാഹവും ക്ഷീണവും ഒക്കെ മാറുന്ന അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.